ഹായ് ഗൈസ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ അല്ലെങ്കിൽ ജെനുവിൻ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, ഞാൻ ഓവറായിട്ട് ലാഗ് അടിച്ചിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് പിന്നെ ഫസ്റ്റ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വൈസ് തന്നതിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അതായത് എൻ്റെ വല്യമ്മയുടെ മോള്, അവളിത് യൂസ് ചെയ്തിട്ട് അവൾ എന്നത് ഫസ്റ്റ് ഞങ്ങളെ കുടുംബത്തിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഇത്. അവൾക്ക് വിളിച്ചിട്ട് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ചേച്ചി ഒരു കുഴപ്പമില്ല, ഫോൾഡ് ചെയ്യേണ്ട രീതിയും അങ്ങനെ അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ധൈര്യം തന്നിട്ടാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നത്. അവൾ ഓർഡർ ചെയ്ത ബ്രാൻഡ് തന്നെയാണ് പറഞ്ഞിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്ത് തന്നു. ഞാനത് അവൾക്ക് അയച്ചു തന്നു. ഞാനത് ഓർഡർ ചെയ്തു. ഉപയോഗിക്കാൻ പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. എന്നിട്ട് എനിക്ക് 2021-ലോ 2022-ലോ ഒരു DNC കഴിഞ്ഞു. അത് കഴിഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അനുഭവിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു പ്രസവം നടക്കുമ്പോൾ എന്തൊക്കെ വേദന നമ്മൾ അനുഭവിക്കണം, ഈ PV ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ എല്ലാതരം ബുദ്ധിമുട്ടുകളും ഞാൻ അവിടെ അനുഭവിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര മെൻ്റലി ഈശ്വര ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടൊരു മനസ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് യൂസ് ചെയ്യണത് കൊണ്ട് യാതൊരു കുഴപ്പമില്ലാത്തൊരു സാധനം എന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തുകൂടാ എന്നാണ് ഞാനപ്പോൾ ചിന്തിച്ചത്. അങ്ങനെ DNC ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഉപകാരമുള്ളൊരു കാര്യം ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാൻ മെൻസ്ട്രൽ കപ്പ് ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നത്. ഇതൊരു ലൈഫ് സേവിങ് ഐറ്റാണ്. അതായത് 10 വർഷം അങ്ങോട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു പാഡ് വാങ്ങാൻ ശരിക്കൊക്കെ ഒരു മാസം 3 പാക്കറ്റ് പാഡൊക്കെ വേണ്ടി വന്നിരുന്നു. ഇതൊക്കെ വാങ്ങിയ ശേഷം ഇത്രയും പൈസ ലാഭമാണ്. ഞാനത് വാങ്ങുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ആളാണ് എൻ്റെ അമ്മ ചേച്ചി അനിയത്തിയൊക്കെ. ഇപ്പോൾ എൻ്റെ കുടുംബം മൊത്തം മെൻസ്ട്രൽ കപ്പ് കുടുംബമായി മാറിയിരിക്കണം. ഉപയോഗിക്കാൻ പേടിച്ചിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഒരു പേടിയും വേണ്ട. ഇതിപ്പോൾ ഒരാളുടെ ഉള്ളിൽ കയറി സ്റ്റക്കായ ചരിത്രമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, സ്റ്റക്കായിരിക്കില്ല. അപ്പോൾ ഉപയോഗിക്കാൻ നമ്മളെ പീരീഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഫ്രീ ആയിട്ട്, വയറുവേദന ഉള്ള ആൾക്ക് വയറുവേദന ഉണ്ടാവും. എനിക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വയറുവേദന ഇല്ല. അപ്പോൾ പിന്നെ പീരീഡ്സ് ആവണത് ഞാൻ അറിയാറേ ഇല്ല. ഇതങ്ങോട്ട് വെച്ചാൽ പിന്നെ ചില ദിവസം എടുക്കാൻ മറക്കാനൊന്നും പാടില്ല കേട്ടോ. ഞാൻ 3 ദിവസം 4 ദിവസം 5 ദിവസം 5-ാമത്തെ 6-ാമത്തെ ദിവസമൊക്കെ ഒന്നും തീരെ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ മറന്നേ പോകും, പീരീഡ്സ് ആണെന്നുള്ള കാര്യമേ മറന്നു പോകും. ഫോൾഡ് ചെയ്യേണ്ട രീതിയൊക്കെ ഉണ്ട് കേട്ടോ. C ഫോൾഡ്, U ഫോൾഡ്, അങ്ങനെ ഫോൾഡിങ് രീതിയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചു തരുന്നില്ല, കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. പിന്നെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട്, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം സ്റ്റെറിലൈസ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. യൂസ് ചെയ്യുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. കുറച്ച് പേർക്ക് ഉപകാരപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്ക് പിന്നെ ലോങ് വീഡിയോ എടുത്തിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഈ വീഡിയോസിലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.